ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കത്രിക്ക കൊണ്ട് ഒരു രസവാങ്കി. ഇതൊരു തമിഴ്നാട് വിഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നാളൊരു കല്യാണം, തമിഴ്നാട് ശൈലിയിലുള്ള ഒരു കല്യാണമായിരുന്നു. അതിനുണ്ടായൊരു വിഭവമായിരുന്നു ഈ രസവാങ്കി. അപ്പോൾ അങ്ങനെ അവരോട് ആ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമായിരുന്നു ഈ കത്രിക്ക രസവാങ്കി. അതായത് നമ്മൾ വഴുതനങ്ങ എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുതായിട്ടുള്ള 2 വഴുതനങ്ങ നുറുക്കി വെള്ളത്തിലേക്ക് ഇട്ട് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 മുളക്, ചുവന്ന മുളക്, കൊല്ലമുളക്, പിന്നെ അല്പം കടലപ്പരിപ്പ്, ഒരു കഷ്ണം ശർക്കര, അല്പം ഉഴുന്നുപരിപ്പ്, അല്പം ഉലുവ, മല്ലി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം തേങ്ങ 2 തരത്തിൽ വച്ചിട്ടുണ്ട്. ഒന്ന് ഈ സാധനങ്ങളുടെ ഒപ്പം വറുത്തെടുക്കാനും, ഒന്ന് നമുക്ക് വറുത്തിടുമ്പോൾ വറുത്ത് ചേർക്കാനും വേണ്ടിയിട്ട്. അല്പം പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. അല്പം കായപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് കായമല്ല, കായത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഈ വഴുതനങ്ങ രസവാങ്കി, കത്രിക്ക രസവാങ്കി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിലായിരിക്കണം. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിൽ ശർക്കര ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ഇടാൻ പോവാണ്. അത് മുളക് ആദ്യം ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്നതേ ഉള്ളൂ. മുളക് നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലിയും കുരുമുളക് ഒരു 10 12 കുരുമുളക് എടുത്താൽ മതി. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഉലുവ എല്ലാം ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കുക, കരിഞ്ഞു പോകരുത്. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ മതി. ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ, അതുപോലെ തന്നെ. അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടി മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മുളക് പൊടി, ഒന്ന് ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ ആയതുകൊണ്ട് അടച്ചു വെക്കേണ്ട, ഒന്ന് തിളക്കട്ടെ. വഴുതന വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് തിളച്ചു കട്ടിയായി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാൻ നോക്ക്. വാങ്ങി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
കടുക്, അല്പം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മതി കേട്ടോ, ഒരുപാട് ചുവക്കൊന്നും വേണ്ട. ടൈം ഓഫ് ചെയ്യാം. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് തമിഴ് രീതിയിൽ വെച്ച കത്രിക്ക രസവാങ്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം.